ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്തോനേഷ്യയുടെ ഭാഗമായ ഒരു കൊച്ചു ദ്വീപാണ് ബാലി. ബാലിയിൽ സമയം നമ്മേക്കാൾ 2.5 മണിക്കൂർ മുന്നിലാണ്. മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് ബാലി സന്ദർശിക്കാൻ ഏറ്റവും ഉചിതം. ആകാശമുട്ടെ പോകുന്ന ഊഞ്ഞാലുകളെ കൂടാതെ പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളും അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളും അതിശയിപ്പിക്കുന്ന കടൽ തീരങ്ങളും അസ്തമിക്കാത്ത രാത്രികളും ആത്മീയതയുടെ ഗന്ധം പരത്തുന്ന ക്ഷേത്രങ്ങളും വൈവിധ്യങ്ങളുടെ കലവറയായി ബാലിയെ മാറ്റുന്നു. ബാലിയിലേക്ക് യാത്ര പോകുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ബാലിയുടെ തലസ്ഥാനമായ ഡെൻപസാറിലേക്ക് കൊച്ചിയിൽ നിന്നും കണക്റ്റിംഗ് ഫ്ലൈറ്റുകളുണ്ട്. ബാലി യാത്രയുടെ ഏറ്റവും ചിലവേറിയ ഭാഗമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ്. ഒരു വശത്തേക്ക് ഏകദേശം 12,000 രൂപയാണ് ശരാശരി നിരക്ക്. നല്ല വാർത്ത എന്തെന്നാൽ ഇന്ത്യക്കാർക്ക് ബാലി സന്ദർശിക്കാൻ വിസ ഓൺ അറൈവൽ ലഭ്യമാണ്. എയർപോർട്ടിലെ നീണ്ട ക്യൂ ഒഴിവാക്കാൻ ഇപ്പോൾ ഈ കാണുന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് യാത്രയ്ക്ക് മുന്നേ തന്നെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുവാനാകും. ഈ വെബ്സൈറ്റിലൂടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ രാജ്യം തിരഞ്ഞെടുക്കുക. പർപ്പസ് ഓഫ് വിസിറ്റിൽ ജനറൽ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ് പർപ്പസിൽ ടൂറിസം, എന്നിട്ട് B1 എന്ന വിസയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ടൂറിസത്തിനുള്ള വിസ. നമുക്ക് 30 ദിവസം വരെ ബാലിയിൽ നിൽക്കാൻ ഇതുകൊണ്ട് സാധിക്കും. 5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ്, അതായത് ഏകദേശം 2,500 ഇന്ത്യൻ രൂപയാണ് വിസയുടെ ഫീ. അടുത്തതായി നമ്മൾ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് വൗച്ചറുകളും തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വിസ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഇമെയിലിൽ ഉടനെ തന്നെ ലഭ്യമാകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം കറൻസി എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ 1 രൂപ ഏകദേശം 200 ഇന്തോനേഷ്യൻ രൂപ ആണ്. എന്നിരുന്നാലും ഇന്ത്യയിലേതിന് ഏകദേശം തുല്യമാണ് ബാലിയിലെ നിരക്കുകളും. ഉദാഹരണത്തിന് 1 ലിറ്റർ വെള്ളത്തിന് 4,000 ഇന്തോനേഷ്യൻ രൂപ നൽകണം. കറൻസി എക്സ്ചേഞ്ച് ചെയ്യുവാൻ നമ്മൾ ഇന്ത്യൻ രൂപ നാട്ടിൽ നിന്നും തന്നെ US ഡോളർ ആക്കി കൊണ്ടുപോകുകയാണ് അഭികാമ്യം. എയർപോർട്ടിലും ബാലിയിലെ മുക്കിലും മൂലയിലും കാണുന്ന കറൻസി എക്സ്ചേഞ്ചുകൾ എനിക്ക് പ്രശ്നമൊന്നും സൃഷ്ടിച്ചില്ല. എന്നാൽ വലിയ തുകകൾ മാറ്റാൻ ബാലിയിലെ ഏറ്റവും വിശ്വസനീയമായ സെൻട്രൽ കുട്ട മണി എക്സ്ചേഞ്ചിനെ ആശ്രയിക്കാവുന്നതാണ്. കുട്ടയിലും ഉബുദിലും എല്ലാം അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അടുത്തത് യാത്ര. നമ്മുടെ യൂബറിനും ഓലയ്ക്കും തുല്യമായി ബാലിയിലുള്ള യാത്രാ പ്ലാറ്റ്ഫോമുകളാണ് ഗോജക്, ഗ്രാബ് എന്നിവ. ഈ ആപ്പുകൾ വളരെ സഹായകമാണ്. ഇതുകൂടാതെ ബ്ലൂബേർഡ് ഗ്രൂപ്പിന്റെ ടാക്സികളും അധിക നിരക്ക് ഈടാക്കുന്ന ടാക്സികളിൽ നിന്നും നമുക്ക് രക്ഷയാണ്. ന്യൂസ പെനീഡ പോലുള്ള ദ്വീപുകളിലേക്ക് പോകാൻ 12 ഗോ, ക്ലൂക്ക് എന്നീ വെബ്സൈറ്റുകളിൽ നിന്നും സ്പീഡ് ബോട്ട് യാത്രകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. മൊബൈൽ സിം. മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും വൈഫൈ ലഭ്യമാണ്. എന്നിരുന്നാലും ലോക്കൽ സിം എടുക്കണമെങ്കിൽ പരിഗണിക്കാവുന്ന ബാലിയിലെ പ്രധാനപ്പെട്ട ഒരു മൊബൈൽ സേവനദാതാവാണ് ടെലികോം സിം. ബാലിയിൽ എല്ലാ ബജറ്റിലും അനേകം ഹോട്ടലുകളും ഹോസ്റ്റലുകളും ഹോം സ്റ്റേകളും ലഭ്യമാണ്. Booking.com, അഗോഡ, Airbnb തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നിന്നും ഇവ എളുപ്പത്തിൽ ബുക്ക് ചെയ്യാവുന്നതേയുള്ളൂ. ഭക്ഷണം. ചിലവ് കുറയ്ക്കണമെങ്കിൽ നാസി ഗുരങ് പോലെയുള്ള ബാലിയിലെ തനത് ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം. ഇന്ത്യൻ ഭക്ഷണങ്ങൾക്ക് ചിലവേറും. ബാലിയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ തീരുമാനിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ട്രാഫിക് ജാമാണ്. കുറഞ്ഞ ദൂരങ്ങളാണെങ്കിലും വളരെ കൂടുതൽ സമയം റോഡിൽ ചിലവഴിക്കേണ്ടതായി വരും. അതിനാൽ ഉബുദിൽ സ്റ്റേ ചെയ്യുന്ന സമയത്തു തന്നെ റൈസ് ടെറസുകൾ, ഉബുദ് പാലസ്, മങ്കി ഫോറസ്റ്റ്, ഇത് കൂടാതെ ഉരുന്താനും ബെരാത്തൻ ക്ഷേത്രവും തീർത്ഥക്ഷേത്രവും ഉബുദിലെ വെള്ളച്ചാട്ടങ്ങളും സന്ദർശിക്കുന്നതാണ് ഉചിതം. ബീച്ച് ക്ലബ്ബുകൾക്ക് പേരുകേട്ട കങ്കു, സിമിനിയാക്, ലെഗിയാൻ, കുട്ട എന്നിവിടങ്ങളിൽ സ്റ്റേ ചെയ്യുന്ന ദിവസങ്ങളിൽ ന്യൂസ പെനീഡയും തനാലോട്ട്, ഉലുവാട്ടോ ക്ഷേത്രങ്ങളും സന്ദർശിക്കാവുന്നതാണ്.